إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം ഭയപ്പെട്ട് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ മുഖവിലക്കെടുത്ത് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയരായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹൽ ആമൽതഹു ബിദ്ദീനാരി വദ്ദിർഹം അല്ലദൈനി തുഅറഫു ബിഹിമാ അമാനത്തുർ റിജാൽ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകളാണിത്. ദീനാറ് കൊണ്ടും ദിർഹം കൊണ്ടും സാമ്പത്തികമായ ഇടപാട് നീ നടത്തിയിട്ടുണ്ടോ? സാമ്പത്തികമായ ഇടപാടിലൂടെയാണ് ഒരു മനുഷ്യൻ്റെ അമാനത്ത്, അവൻ വിശ്വസ്തനാണോ എന്നുള്ളത് അറിയുന്നത് എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികൾ ഒരു മനുഷ്യൻ അവൻ നല്ല വ്യക്തിയാണോ എന്നറിയുന്നതിൻ്റെ മാനദണ്ഡങ്ങളായി 3 കാര്യങ്ങൾ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാമ്പത്തിക ഇടപാട് സംശുദ്ധമായിരിക്കുക എന്നുള്ളത്. ഇന്നത്തെ ഖുത്ബയിലൂടെ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കടത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്കറിയാം ഏറ്റവും വലിയ ആയത്തുദ്ദൈൻ, കടത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അതിൻ്റെ മര്യാദകളെക്കുറിച്ച്, അതെങ്ങനെ വേണമെന്നതിനെക്കുറിച്ചൊക്കെ പറയുന്ന ആയത്തുദ്ദൈനാണ് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ദൈർഘ്യമുള്ള ആയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ ധാരാളമായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടബാധ്യതയുടെ ഗൗരവത്തെക്കുറിച്ച് താക്കീത് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. അവിടുന്ന് പറഞ്ഞു, ഹുർമതു മാലിൽ മുസ്ലിം കഹുർമതി ദമിഹി. ഒരു സത്യവിശ്വാസിയുടെ രക്തം ചിന്തുന്നത് എത്രമേൽ ഗൗരവമുള്ള കാര്യമാണോ അതുപോലെ തന്നെയാണ് സത്യവിശ്വാസിയുടെ ധനത്തെ അപഹരിച്ചെടുക്കൽ. അത് ചതിയിലൂടെയാകാം, അത് കടമിടപാട് നടത്തിയിട്ട് തിരിച്ചു കൊടുക്കാത്ത രൂപത്തിലാകാം, ഏത് രൂപത്തിലാണെങ്കിലും മുസ്ലിമിൻ്റെ ധനം അപഹരിക്കുന്നത് അവൻ്റെ രക്തം ചിന്തുന്നത് പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇബ്നു മാജ രേഖപ്പെടുത്തുന്ന മറ്റൊരു സംഭവം കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മയ്യത്ത് കൊണ്ടുവരപ്പെട്ടു. നിസ്കരിക്കാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മയ്യത്ത് കൊണ്ടുവന്നു. ആ മരിച്ച വ്യക്തിക്ക് കടമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വല്ലു അലാ സ്വാഹിബിക്കും, നിങ്ങൾ നിസ്കരിച്ചുകൊള്ളൂ, നിങ്ങളുടെ കൂട്ടുകാരൻ്റെ മേൽ നിങ്ങൾ മയ്യത്ത് നമസ്കരിച്ചുകൊള്ളൂ, ഞാൻ നമസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാറി നിന്നു. മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ആ കടം ഏറ്റെടുത്തു. അതിനുശേഷമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാനായി തയ്യാറാകുന്നത്. അബൂ ഖതാദയെ പിന്നീട് കാണുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചാവർത്തിച്ച് നീ അത് വീട്ടിയോ,
നീ ഏറ്റെടുത്ത കടം വീട്ടിയോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്താറുണ്ട്. എന്ന് മാത്രമല്ല, ഈ വ്യക്തിക്ക്, മരിച്ച വ്യക്തിക്ക് എത്രയാണ് കടമുണ്ടായതെന്നറിയുമോ? 2-3 ദീനാറുകളാണ് അദ്ദേഹത്തിന് കടമുണ്ടായിരുന്നത്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ. കേവലം 3 ദീനാർ കടമുള്ള വ്യക്തിയുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നിലപാട് സ്വീകരിച്ചെങ്കിൽ കടം എന്ന് പറയുന്നത് അത്രമാത്രം ഗൗരവപ്പെട്ട കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കറിയിച്ചു തരികയാണ്. ഒരു വ്യക്തിയോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന അഖാക മുഹ്തബസുൻ ബിദൈനിഹി ഫഖ്ദി അൻ. നിന്റെ സഹോദരനുണ്ടല്ലോ, മരണപ്പെട്ടുപോയ നിന്റെ സഹോദരൻ സ്വർഗവാതിൽക്കൽ കടം കാരണത്താൽ തടയപ്പെട്ടവനായി നിൽക്കുന്നുണ്ട്. ഫഖ്ദി അൻഹു, നീ വീട്ടിക്കൊടുക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ മാത, ആരെങ്കിലും മരണപ്പെട്ടു, വഅലൈഹി ദീനാറുൻ ഔ ദിർഹം, അവന് ദീനാറോ ദിർഹമോ കടബാധ്യതയുണ്ട്, 1 ദീനാറോ 1 ദിർഹമോ കടബാധ്യതയുണ്ട് എങ്കിൽ ഖുദിയ മിൻ ഹസനാതിഹി ലൈസ തമ്മ ദീനാറും വലാ ദിർഹം, ദീനാറും ദിർഹമും ഉപകാരപ്പെടാത്ത ഖിയാമത്ത് നാളിൽ അവൻ്റെ നന്മകളിൽ നിന്ന് അത് പകരം വീട്ടപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. മറ്റൊരു സംഭവം നോക്കൂ സഹോദരങ്ങളെ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തുമായി ഇന്ന് ചിരിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് മാദാ ഉൻസില മിനത് തശ്ദീദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തേക്ക് വഹി ഇറങ്ങുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലിന് വഹി ഇറങ്ങുകയാണ്. അവിടുന്ന് പറയുന്നു, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, എന്താണ് എനിക്ക് ഇറങ്ങുന്നത്, എന്താണ് എനിക്ക് കഠിനമായത് ഇറങ്ങുന്നത്, സുബ്ഹാനല്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഇത് പറയുമ്പോൾ ആകാശത്തേക്ക് തല ഉയർത്തിക്കൊണ്ട് നെറ്റിയിൽ കൈവച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. മഹാന്മാരായ സ്വഹാബത്ത് പറഞ്ഞു, ഫഫസിഅന, ഞങ്ങൾ പരിഭ്രമിച്ചു പോയി, ഞങ്ങളെല്ലാവരും നിശബ്ദരായി പോയി, ഞങ്ങളെല്ലാവരും പരിഭ്രമിച്ചു പോയി. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാവങ്ങൾ കാണുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കേട്ടപ്പോൾ ഞങ്ങൾ നിശബ്ദരായി പോയി. അന്നത്തെ ദിവസം അള്ളാഹുവിൻ്റെ റസൂലിനോട് ഞങ്ങളൊന്നും ചോദിച്ചില്ല. അടുത്ത ദിവസമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, മാ ഹാദ തശ്ദീദുല്ലദീ നസൽ, ഇന്നലെ വഹ്യായി ഇറങ്ങിയ ആ ഗൗരവമുള്ള കാര്യം എന്താണ് റസൂലെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചു. ഫഖാല, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവാണ് സത്യം, ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാഹ്, ഒരു മനുഷ്യൻ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായി, സുമ്മ ഉഹിയ, വീണ്ടും അവന് ജീവൻ നൽകപ്പെട്ടു, സുമ്മ ഖുതിൽ, വീണ്ടും അവൻ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായി, സുമ്മ ഉഹിയ, വീണ്ടും അവന് ജീവൻ നൽകപ്പെട്ടു, സുമ്മ ഖുതിൽ, വീണ്ടും അവൻ കൊല്ലപ്പെട്ടു അല്ലാഹുവിൻ്റെ മാർഗത്തിൽ, വഅലൈഹി ദൈനുൻ മാ ദഖലൽ ജന്ന ഹത്താ യുഖ്ളാ അൻഹു ദൈനുഹു, അവന് കടബാധ്യതയുണ്ടെങ്കിൽ അവൻ്റെ കടബാധ്യത വീട്ടപ്പെടുന്നത് വരെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവന് സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഷഹാദ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാകുന്നതിൻ്റെ പ്രതിഫലം എത്രയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാൻ സാധിക്കും, ആദ്യ രക്തം നിലത്ത് വീഴുമ്പോൾ തന്നെ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഷഹീദിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ രക്തം നിലത്ത് വീഴുമ്പോൾ തന്നെ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും, ഖബറിൽ അവന് പ്രയാസങ്ങളില്ല എന്ന് തുടങ്ങി ഷഹീദിൻ്റെ മഹത്വം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രയാണ് അവിടുത്തെ വാക്കുകളിലൂടെ പറഞ്ഞത്. എന്നാൽ ആവർത്തിച്ചാവർത്തിച്ച്, അത് സംഭവ്യമായ കാര്യമല്ല, എന്നാലും പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആവർത്തിച്ചാവർത്തിച്ച്
ആവർത്തിച്ചാവർത്തിച്ച് ഒരു മനുഷ്യന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാവാൻ സാധിച്ചാലും കടബാധ്യതയുണ്ടെങ്കിൽ അത് വീട്ടപ്പെടുന്നത് വരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രമാത്രം ഗൗരവത്തോടുകൂടെ ആ വിഷയത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, പലപ്പോഴും ജീവിതത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടായേക്കാം, പലപ്പോഴും ജീവിതത്തിൽ വലിയ ആവശ്യങ്ങൾ നമുക്ക് വന്നേക്കാം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദീൻ കടം വാങ്ങുന്നത് നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ കടം വാങ്ങുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കടം വാങ്ങേണ്ടത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, വീട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടെയായിരിക്കണം നമ്മൾ കടം വാങ്ങേണ്ടത്. അവധി പറഞ്ഞ ദിവസത്തിന് തന്നെ വീട്ടണമെന്ന കൃത്യമായ ഉദ്ദേശത്തോടു കൂടെയായിരിക്കണം നമ്മൾ കടം വാങ്ങേണ്ടത്. അങ്ങനെ വീട്ടണമെന്ന ഉദ്ദേശമില്ലാതെ കടം വാങ്ങുന്നവനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അയ്യുമാ റജുലിൻ യദീനു ദൈന വഹുവ മുജ്മിഉൻ അല്ലാ യുവഫിയഹു ഇയ്യാഹ് ലഖിയല്ലാഹ സാരിഖ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, കടം വാങ്ങുന്ന ഒരാൾ അവൻ വാങ്ങുന്ന സമയത്ത് തന്നെ വീട്ടണമെന്ന ഉദ്ദേശമില്ലാതെയാണ് വാങ്ങുന്നതെങ്കിൽ അള്ളാഹുവിനെ അവൻ നാളെ പരലോകത്ത് കണ്ടുമുട്ടുന്നത് കള്ളനായിക്കൊണ്ടായിരിക്കും. കള്ളന്റെ കൂട്ടത്തിലായിരിക്കും ഈ മനുഷ്യനുണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ കള്ളനെ പരിഗണിക്കുന്നത് പോലെയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലുള്ള ആളുകളെ പരിഗണിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ വിഷയം വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ കാണേണ്ടത്. എത്ര ആളുകൾ പരമാവധി ആളുകളിൽ നിന്ന് വാങ്ങിക്കൂട്ടുക, വീട്ടണമെന്ന യാതൊരു ഉദ്ദേശവുമില്ലാതെ കടം വാങ്ങുന്ന ആളുകൾ കള്ളന് തുല്യമാണ്, അവൻ കള്ളനാണ് എന്ന രൂപത്തിലാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ചത്. മറ്റൊന്ന് മുമാത്വലത്താണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് മുമാത്വല എന്ന് പറഞ്ഞാൽ കടം വാങ്ങിയിട്ട് അത് പിന്നെ തരാം, നാളെ തരാം, അതുപോലെ തന്നെ 1-ാം തീയതി തരാം, 3-ാം തീയതി തരാം എന്ന് പറഞ്ഞ് അതിങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, അതിനാണ് മുമാത്വലത്ത് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മത്തുലുൽ ഗനിയ്യി ദുൽമുൻ. കയ്യിൽ പൈസ ഉണ്ടായിട്ടും വീട്ടാനുള്ള അവസ്ഥയുണ്ടായിട്ടും, വീട്ടാൻ അവസ്ഥയില്ലാത്തവരെ കുറിച്ചല്ല പറയുന്നത്, ദരിദ്രനായ ആളെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് വീട്ടാനുള്ള അവസ്ഥയുണ്ടായിട്ടും ഇങ്ങനെ നീട്ടുന്ന അവസ്ഥ അത് അക്രമമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മത്തുലുൽ ഗനിയ്യി ദുൽമുൻ. വീട്ടാൻ ശേഷിയുള്ളവൻ ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുക എന്നത് അതെന്താണ്? ദുൽമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കച്ചവടക്കാരായ ആളുകൾ സാധനം വാങ്ങി വെച്ചിട്ട് അതിൻ്റെ പൈസ പിരിക്കാൻ വരുമ്പോൾ ഒരു കാര്യവുമില്ലാതെ അതിന് വരുന്ന ആളുകളോട് പിന്നെ തരാം, നാളെ തരാം എന്ന് പറഞ്ഞ് നിരന്തരം നീട്ടി പ്രയാസപ്പെടുത്തുന്ന ആളുകൾ, അത് നാട്ടുനടപ്പല്ല, അങ്ങനെ പറ്റുള്ളൂ, അങ്ങനെ കച്ചവടം പറ്റുള്ളൂ എന്നാണ് പിന്നെ അതിന് ന്യായമായിട്ടൊക്കെ ആളുകൾ പറയാറുള്ളത്. എന്ത് ന്യായമാണ് സഹോദരങ്ങളെ? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മത്തുലുൽ ഗനിയ്യി ദുൽമുൻ. അങ്ങനെ വീട്ടാനായി ശേഷിയുണ്ടായിട്ട് പണപ്പെട്ടിയിൽ പൈസ ഉണ്ടായിട്ടും അത് വീട്ടാതെ നീട്ടുന്നവൻ ചെയ്യുന്നത് അക്രമമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എന്ന് മാത്രമല്ല, അവിടുന്ന് വീണ്ടും പറഞ്ഞു, ലയ്യുൽ വാജിദി യുഹില്ലു ഇർദഹു വ ഉഖൂബതഹു. വീട്ടാൻ കഴിവുണ്ടായിട്ടും ഇങ്ങനെ അവധി നീട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവൻ്റെ അഭിമാനത്തെ ഹലാലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനെക്കുറിച്ച് 4 ആളോട് പറയുന്നതിൽ തെറ്റില്ല എന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗീബത്തിനെ കുറിച്ച്, ഒരു മനുഷ്യനെ കുറിച്ച് അവൻ്റെ അസാന്നിധ്യത്തിൽ ദുഷിച്ചു പറയുന്നതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മൾ വിശദമായി പറഞ്ഞതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീൻ ഒരു മുസ്ലിമിൻ്റെ അഭിമാനത്തിന് കൊടുക്കുന്ന മൂല്യവും വിലയും ഗൗരവവും നമ്മൾ മനസ്സിലാക്കിയവരാണ്. എന്നാൽ അവസ്ഥയുണ്ടായിട്ടും സാധിച്ചിട്ടും കടം വീട്ടാതെ നീട്ടിക്കൊണ്ടിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല. അവൻ കടം വീട്ടാത്തവനാണ് എന്ന് 4 ആളുകളോട് പറയുന്നത് പ്രശ്നമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ ചെറുതും വലുതുമായ ഓരോ വിഷയങ്ങളും കൃത്യമായി പഠിക്കാനും അത് ജീവിതത്തിൽ മൂല്യത്തോടെ കൊണ്ടു നടക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ നസ്റ അബ്ദഹു വഅയ്യദ ജുൻദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അൽമൂഫീന അഹ്ദഹു. പലപ്പോഴും നല്ലൊരു വിഭാഗം ആളുകൾക്കും കടം വരുന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം അദ്മുൽ ഖനാഅ, ഉള്ളതുകൊണ്ട് സംതൃപ്തിപ്പെടാൻ സാധിക്കാറില്ല എന്നുള്ളതാണ്. പലപ്പോഴും അത്യാവശ്യങ്ങൾക്ക് കടം വാങ്ങുന്നവരുണ്ട്. രോഗം വരുമ്പോൾ ചികിത്സിക്കാൻ നിവൃത്തിയില്ലാതെ, വീട്ടിൽ നല്ല രൂപത്തിൽ കിടന്നുറങ്ങാൻ സാധിക്കാത്ത രൂപത്തിൽ വീടില്ലാതെയാകുമ്പോൾ, അല്ലെങ്കിൽ വീടിന് കേടുപാടുകൾ ഉണ്ടാകുമ്പോൾ, അങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ അനിവാര്യമായ കാര്യങ്ങൾക്ക് കടം വാങ്ങുന്നവരുണ്ട്. അനുവദനീയമാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ലൊരു വിഭാഗം ആളുകൾക്കും കടം വരുന്നതിൻ്റെ കാരണം അദ്മുൽ ഖനാഅ, ഉള്ളതുകൊണ്ട് സംതൃപ്തിപ്പെടാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ വീട് അപ്പുറത്ത് വരുമ്പോൾ, അതിനേക്കാൾ വലിയ വീട് തനിക്ക് വേണമെന്ന മോഹം വരുമ്പോൾ കടം വാങ്ങേണ്ടി വരും. വലിയ കാറിൽ തന്നെ സഞ്ചരിക്കുകയുള്ളൂ എന്ന് വാശി പിടിക്കുമ്പോൾ, വലിയ ഫോൺ തന്നെ, വലിയ ബ്രാൻഡിൻ്റെ ഫോൺ തന്നെ ഉപയോഗിക്കുള്ളൂ എന്ന് നിർബന്ധ ബുദ്ധി വരുമ്പോൾ, അങ്ങനെ പരസ്പരം കാണിക്കുന്നതിൻ്റെ, താൻ കുറഞ്ഞു പോകരുത് എന്നൊക്കെ കാണിക്കുന്നതിൻ്റെ ആവശ്യകതകൾ, അങ്ങനെയുള്ള മറദുൽ ഖൽബ്, ഹൃദയരോഗങ്ങൾ പിടിപെടുമ്പോൾ കടം വാങ്ങേണ്ടി വരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനാവശ്യമായ കാര്യങ്ങൾക്ക് കടം വാങ്ങാതിരിക്കുക. നേരത്തെ പറഞ്ഞ ഹദീസുകളിലൂടെ, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ നമ്മൾ കടബാധ്യത എന്നത് എത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കിയവരാണ്. എപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റൂഹിനെ തിരിച്ചെടുക്കുക എന്നതിനെക്കുറിച്ച് യാതൊരു മുൻധാരണയും നമ്മെ സംബന്ധിച്ചിടത്തോളം, മുന്നറിവും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് തന്നെ കടബാധയുള്ളവരായി മരണപ്പെട്ടു പോവുക എന്നതിനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ വളരെ നമ്മൾ ജാഗ്രതയോടുകൂടെ കാണേണ്ടതുണ്ട്. അവശ്യമായ കാര്യങ്ങൾക്ക് മാത്രം, അത്യാവശ്യമെങ്കിൽ മാത്രം നമ്മൾ കടം വാങ്ങുക. കടം വാങ്ങുമ്പോൾ തന്നെ അത് ഉടൻ അവധിക്ക് തന്നെ വീട്ടണമെന്ന നല്ല ദൃഢമായ ബോധ്യവും യഖീനും അതിനനുസരിച്ചുള്ള പ്രയത്നവും നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. മഹാന്മാരായ മുൻഗാമികളെ കുറിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കും. കടമുണ്ടാകുന്ന സമയത്ത്, കടബാധ്യതയുണ്ടാകുന്ന സമയത്ത് ഭക്ഷണത്തിന് കറി കൂട്ടാതെ സ്വർക്കയും കൂട്ടിയാണ് അവർ ഭക്ഷണം കഴിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്കിയുള്ള പൈസ കടം വീട്ടുന്നതിലേക്ക് മിച്ചം വെക്കുന്നുള്ളതാണ്. അത്രയും ഗൗരവമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കടബാധ്യത എന്നുള്ളത്. അതുകൊണ്ട് ആ വിഷയത്തെ വളരെ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തോടെ, ഇഫത്തോടെ, ആർക്കു മുമ്പിലും തലകുനിക്കാതെ, ആർക്കു മുമ്പിലും കൈനീട്ടാതെ ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല
ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തും ആഫിയത്തുമുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്.